പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 26-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവ് നിൻ്റെ ആശ്രയമായിരിക്കും, നിൻ്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. കർത്താവ് നിൻ്റെ ആശ്രയമായിരിക്കും, നിൻ്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. എന്നെ സംരക്ഷിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ കൊണ്ടു നടക്കുന്ന, ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക. ഈ ദിവ്യകാരുണ്യനാഥനെ നമുക്ക് നോക്കാം. കത്തിച്ചു വെച്ച ദീപങ്ങൾക്ക് മധ്യേ എൻ്റെ ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. പല സങ്കടങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുക. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ തീർന്നു, തോറ്റുപോയി ഞാൻ. എൻ്റെ മക്കളെ കൊണ്ട് ഒത്തിരിയേറെ സങ്കടങ്ങൾ, എൻ്റെ ജീവിത പങ്കാളിയുടെ ഒത്തിരിയേറെ സങ്കടങ്ങൾ, കുടുംബത്തിൻ്റെ കടബാധ്യതകൾ, പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഒത്തിരിയേറെ വിഷമങ്ങളാണ് നമ്മുടെ മനസ്സിൽ നിറയുക. പല നിമിഷങ്ങളിൽ നമ്മൾ കരഞ്ഞു പോയിട്ടുണ്ട്, തന്നെ ഇരുന്ന് കരയാറുണ്ട് നമ്മളിൽ പലരും. ആരുമില്ലാത്തവനെ പോലെ തേങ്ങി കരഞ്ഞ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. തന്നെയായിപ്പോയ നിമിഷങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങൾ. എല്ലാവരെയും സ്നേഹിച്ചു, ആരും എന്നെ സ്നേഹിക്കണില്ല. എല്ലാവരെയും മനസ്സിലാക്കാൻ നോക്കി, ആരും എന്നെ മനസ്സിലാക്കണില്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചു, പക്ഷേ എന്നെ ആരും ചേർത്ത് പിടിക്കണില്ല. അതിൻ്റേതായിട്ടുള്ള ഒത്തിരിയേറെ മുറിവുകൾ. മക്കൾക്ക് വേണ്ടി ഒത്തിരിയേറെ അധ്വാനിക്കുന്നു. പ്രായമായപ്പോൾ മക്കൾക്ക് എന്നെ വേണ്ട, മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കണില്ല, പഠിക്കുന്നില്ല, ജോലിക്ക് പോകുന്നില്ല. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, ജീവിത പങ്കാളിയുടെ പ്രശ്നങ്ങൾ, കൊച്ചുമക്കളുടെ പ്രശ്നങ്ങൾ. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് എല്ലാ പ്രശ്നങ്ങളെയും തടസ്സങ്ങളെയും നമുക്ക് വിട്ടുകൊടുക്കാം. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും ദൈവത്തോട് പറയാം. കർത്താവേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 38-ാം അധ്യായം 21-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവേ എന്നെ കൈവിടരുതേ, കർത്താവേ എന്നെ കൈവിടരുതേ, എൻ്റെ ദൈവമേ എന്നിൽ നിന്നും അകന്നിരിക്കരുതേ. കർത്താവേ എന്നെ കൈവിടരുതേ, എൻ്റെ ദൈവമേ എന്നിൽ നിന്നും അകന്നിരിക്കരുതേ. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിലാണ് നമ്മളിത് വായിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എന്നെ കൈവിടരുതേ, എൻ്റെ ദൈവമേ എന്നിൽ നിന്നും അകന്നിരിക്കരുതേ. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ, സങ്കടങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, തടസ്സങ്ങളുടെ നടുവിൽ അച്ഛന് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, മക്കളെ ദൈവമുണ്ട് നിൻ്റെ കൂട്ടിന്. ഈ ലോകത്ത് ആരൊക്കെ നിൻ്റെ കൂടെയില്ലെങ്കിലും നീ ചിന്തിക്കണം, എൻ്റെ ദൈവം ഉണ്ടാകും എൻ്റെ കൂട്ടിന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇത്രയും നാൾ ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടായോ? നിങ്ങൾ എന്തെങ്കിലും വാക്കിയായി തീരാൻ ആരും ഉണ്ടായിട്ടില്ല. ദൈവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു പ്രശ്നം വന്നപ്പോൾ ദൈവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു സങ്കടം വന്നപ്പോൾ ദൈവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മളുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവർ പോലും മാറി നിന്ന സാഹചര്യങ്ങളിൽ പോലും ദൈവം മാത്രമേ എൻ്റെ കൂട്ടിനുണ്ടായിട്ടുള്ളൂ. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നീ നിന്നെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കുക. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുക. നിൻ്റെ സങ്കടങ്ങൾ സമർപ്പിക്കുക, വേദനകൾ സമർപ്പിക്കുക. ദൈവമേ, എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ സങ്കടങ്ങളും വേദനകളും ഇതൊക്കെയാണ്, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കുക. നെഞ്ചു പൊട്ടി പ്രാർത്ഥിക്കുക. നിൻ്റെ വിഷമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിൻ്റെ വേദനകളെല്ലാം സമർപ്പിക്കുക. ദൈവത്തിൻ്റെ മുമ്പിലെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മളൊന്ന് പാടി പ്രാർത്ഥിക്കാൻ പോവുക. സ്ലിഹന്മാരിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ സമൂഹത്തിൽ നിറയാൻ, നമ്മുടെ വേദനകളിൽ നിറയാൻ, നമ്മുടെ സങ്കടങ്ങളിൽ നിറയാൻ, നമ്മുടെ ആവശ്യങ്ങളിൽ നിറയാൻ ഏറ്റവും വിശ്വാസത്തോടുകൂടെ ഈ നിമിഷം പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്കെല്ലാവർക്കും പാടി പ്രാർത്ഥിക്കാം. ദൈവരൂപി സ്നേഹജ്വാലയാ സ്വർഗത്തിൽ നിന്നും നീ
നീ നാളമായി നവ്യ ജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. കരങ്ങൾ നീട്ടിപ്പിടിച്ച് സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. വിശ്വാസത്തോടെ സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. നമ്മുടെ ദിവ്യ സന്ദേശം മാനസാന്തര മാർഗമാ ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തര മാർഗമാ യേശുവേഗ വിമോചകനെന്ന് വിശ്വമാകെയു ഘോഷിക്കാം. യേശുവേഗ വിമോചകനെന്ന് വിശ്വമാകെയു ഘോഷിക്കാം. കരങ്ങൾ നീട്ടി. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. വിശ്വാസത്തോടെ സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. നമ്മുടെ എല്ലാ വേദനകളും ഓർത്ത് സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. നമ്മുടെ തടസ്സങ്ങൾ ഓർത്ത് സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. നമ്മുടെ രോഗങ്ങൾ ഓർത്ത് സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. നമ്മുടെ കടബാധ്യതകൾ ഓർത്ത് സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. നമ്മുടെ കുടുംബത്തെ ഓർത്ത് സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. നമ്മുടെ വിഷമങ്ങളെല്ലാം സമർപ്പിച്ച് സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. നമ്മളെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്ത് സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ യേശുവേ ശക്തിയേകി നയിക്കണേ. പരിശുദ്ധാത്മാവ് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്ന നിമിഷത്തിൽ ദൈവമേ, എൻ്റെ എല്ലാ മേഖലകളിലേക്കും നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നീ ആവേശിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അഭിഷേകം കൊണ്ട് നിറയ്ക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ തടസ്സങ്ങളും അകറ്റിക്കളയണേ പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് സഭയെ നയിക്കുന്നതും വിശുദ്ധീകരിക്കുന്നതും അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നതും പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ നിറയാൻ, എൻ്റെ കുടുംബത്തിൽ നിറയാൻ ഈ നിമിഷം നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. എല്ലാ അസ്വസ്ഥതകളുടെ നടുവിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. എല്ലാ വേദനകളുടെ നടുവിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമുക്കെല്ലാവർക്കും കരങ്ങൾ പൊക്കാം. നമ്മളൊന്ന് സ്തുതിക്കാൻ പോവാ. ദൈവത്തെ എന്തിനേക്കാളും ഉപരി ശബ്ദത്തിൽ സ്തുതിക്കാൻ പോവാ. എല്ലാം മറന്ന് സ്തുതിക്കാൻ പോവാ. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറ്റിത്തരാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ തടസ്സങ്ങൾ എന്തുമായിക്കോട്ടെ, ദൈവത്തിൻ്റെ മുമ്പിൽ അതൊന്നും വലിയ കാര്യങ്ങളല്ല. ദൈവം മനസ്സ് വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ എനിക്കുള്ളൂ. എൻ്റെ ദൈവത്തിനെല്ലാം സാധ്യമാണ്.
എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാം സാധ്യമാണ്. കർത്താവിൻ്റെ മുമ്പിൽ എല്ലാം നമുക്ക് സമർപ്പിക്കാം. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 105-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ, നീ അനുഗ്രഹിക്കപ്പെടും. കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. ദൈവത്തെ വിളിക്കുന്നവൻ്റെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരും. ജോഷുവായുടെ പുസ്തകം 10-ാം അധ്യായം 25-ാം തിരുവചനം: നിങ്ങൾ ഭയപ്പെടുകയോ ചഞ്ചലചിത്തരാവുകയോ വേണ്ട, ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുവിൻ. കർത്താവ് പറയുന്ന വാചനത്, കർത്താവ് പറഞ്ഞ വാക്കത്. അതുകൊണ്ട് എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക, ദൈവത്തിൻ്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. അവൻ്റെ നാമം നമ്മൾ സ്തുതിക്കാൻ പോവുക. ശക്തിയുള്ള നാമം, അഭിഷേകമുള്ള നാമം, അനുഗ്രഹമുള്ള നാമം, വിശ്വാസത്തിൻ്റെ നാമം, ഒത്തിരിയേറെ കൃപകൾ നൽകുന്ന നാമം, സൗഖ്യം നൽകുന്ന നാമം, കെട്ടുകൾ അഴിക്കുന്ന നാമം, ബന്ധനങ്ങൾ അഴിക്കുന്ന നാമം. ആ നാമത്തിൻ്റെ ശക്തി കൊണ്ട് ഈ സമൂഹം നിറയപ്പെടാൻ വേണ്ടി എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, hallelujah. Praise the Lord, praise the Lord. Thank you Jesus. Hallelujah. Come to Lord, come to Lord. Please come to Lord. Hallelujah, hallelujah, hallelujah. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കുമൊക്കെ ഈശോയെ വിളിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ പോവാ. യേശുവേ യേശു, യേശുവേ യേശു, യേശുവേ യേശു, യേശുവേ. ഒന്നും കൂടി: യേശുവേ യേശു, യേശുവേ യേശു, യേശുവേ യേശു, യേശുവേ. ഒന്നും കൂടി: യേശുവേ യേശു, യേശുവേ യേശു, യേശുവേ യേശു, യേശുവേ. ഇരു കരങ്ങളും നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. യേശുവിനെ നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ വേദനകളിലേക്കും ഒക്കെ ഒന്ന് വിളിക്കുക. നിങ്ങൾ നെഞ്ചു പൊട്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. കരയുന്നവൻ്റെ കണ്ണീരൊപ്പാൻ ദൈവം വരും. കരയുന്നവൻ്റെ കണ്ണീരൊപ്പാൻ ദൈവം വരും. വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, കർത്താവിൻ്റെ മുമ്പിൽ വെറുതെ മുട്ടുകുത്തിയിട്ടും കാര്യമില്ല. നിൻ്റെ കണ്ണീരിൻ്റെ ആഴം അളക്കാൻ തമ്പുരാൻ നിൽക്കുക. നിൻ്റെ വേദനയുടെ ആധിക്യം കാണാൻ ദൈവം നിൽക്കുക. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നിരുന്ന് കരയുമ്പോൾ അവനോട് നമുക്ക് അലിവ് തോന്നും. എത്ര വിഷമമുണ്ടെങ്കിലും അത് തന്നെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നടക്കുക. നമ്മൾ മനസ്സുരുക്കി പ്രാർത്ഥിക്കാണ്ട് ഒരു അനുഗ്രഹവും നമുക്ക് കിട്ടില്ല. അത് ഉറപ്പുള്ള കാര്യം. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, നിങ്ങളുടെ മുമ്പിൽ ഒരു മനുഷ്യൻ കരയുമ്പോൾ അവനോട് അലിവോടെ പ്രവർത്തിക്കാനാ ഏതു മനുഷ്യനും ചെയ്യുള്ളൂ, അല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കരയുമ്പോൾ, കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, ചങ്ക് പൊട്ടി വിളിക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ ദൈവവും നമ്മുടെ ജീവിതത്തിൽ അലിവോടെ പ്രവർത്തിക്കും, കരുണയോടെ വർത്തിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയണേ, ദൈവത്തിൻ്റെ മുമ്പിൽ കരയണമെന്ന്. മനുഷ്യൻ്റെ മുമ്പിൽ നീ കരയാനൊന്നും പോണ്ട. എത്ര വലിയ പ്രശ്നമാണെങ്കിലും മനുഷ്യൻ്റെ മുമ്പിൽ കരയാൻ പോണ്ട. കാരണം കാര്യമില്ല, അത് ഉറപ്പാണ്. കാരണം എന്താ? മനുഷ്യൻ്റെ മുമ്പിൽ കരഞ്ഞാൽ അവൻ കുറച്ച് കഴിയുമ്പോൾ അത് മറക്കും. അവൻ നിന്നെക്കുറിച്ച് ചിലപ്പോൾ കുറ്റം പറയും, ചിലപ്പോൾ മാറി നിന്ന് പരിഹസിക്കും. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നീ കരഞ്ഞാൽ നിൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം ഉണ്ടാവും. കാരണം എന്താണെന്നറിയോ? അവന് കരയുന്നവൻ്റെ കണ്ണീര് കണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തിനൊരു വീക്ക്നെസ് ഉണ്ട്. ഒറ്റ വീക്ക്നെസ് ഉള്ളൂ ദൈവത്തിന്. തൻ്റെ മനുഷ്യർ, തൻ്റെ കൂടെയുള്ളവർ കരയുന്നത് കാണാൻ ദൈവത്തിന് പറ്റില്ല. പാപിനിയായ സ്ത്രീ കണ്ണീര് കൊണ്ട് അവൻ്റെ മുമ്പിൽ അവൻ്റെ കാൽപാദം തുടച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ണീര് കാണാൻ ദൈവത്തിന് പറ്റിയില്ല. എത്ര വലിയ പാപിയാണെങ്കിലും അവളോട് പറഞ്ഞത് എന്താ ദൈവം? നിൻ്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ നീ ഒന്ന് കരഞ്ഞു നോക്കേ, ദൈവത്തിൻ്റെ മുമ്പിൽ നീ നിലവിളിച്ചു നോക്കേ. ബർത്തിമിയൂസ് എന്ന അന്ധയാചകൻ, അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിക്കുക ചെയ്തേ, നിലവിളിക്കുകയായിരുന്നു.
വെറുതെ വിളിക്കുകയല്ല, ഈശോയെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കിട്ടണം, അങ്ങനെയല്ല അവൻ പ്രാർത്ഥിച്ചു. അവൻ നിലവിളിച്ചു, ദാവീദിൻ്റെ പുത്രാ എന്നിൽ കനിയണേ, എന്നിൽ കനിയണേ. അത് ചങ്ക് പൊട്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ വേദനകൾക്ക് ഉത്തരം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഞാനതാ പറയണേ, വിശ്വാസത്തോടെ നീ ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞു നോക്കേ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാവും. നീ ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിച്ചു നോക്കേ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാവും. ആരും അറിയാതെ തമ്പുരാൻ്റെ മുമ്പിൽ നെടുവീർപ്പിട്ടോക്കെ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ എൻ്റെ ദൈവമേ എന്ന് ചങ്ക് പൊട്ടി നീ ഒന്ന് കരഞ്ഞ് നിലവിളിച്ചു നോക്കേ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാവും. കാരണം എന്തെന്നറിയോ, അവന് എൻ്റെ കണ്ണീര് കണ്ടിരിക്കാൻ പറ്റില്ല ഈശോയ്ക്ക്. അതുകൊണ്ട് അവൻ വരും. എത്ര വലിയ പ്രശ്നമാണെങ്കിലും എൻ്റെ ഈശോ വരും, എത്ര വലിയ സങ്കടമാണെങ്കിലും ഈശോ വരും. എനിക്കതിനുള്ള വഴികൾ അവൻ തുറന്നു തരും. എൻ്റെ കണ്ണീരിൻ്റെ കാരണം അറിഞ്ഞ് ആ കണ്ണീര് മാറ്റിത്തരാൻ അവൻ വരും. അതുകൊണ്ട് ഞാൻ പറയണേ, ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കണം, നിലവിളിച്ച് പ്രാർത്ഥിക്കണം, കണ്ണീരോടെ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. എന്നാലാ ദൈവം ഇടപെടുള്ളൂ. അതുകൊണ്ട് എൻ്റെ മക്കളെ, നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പോവുക, എല്ലാം മറന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും വേദനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ദൈവത്തിൻ്റെ മുമ്പിലാണ് നിൽക്കണേന്ന് ഓർക്കണം. ദൈവത്തിൻ്റെ മുമ്പിലാണ് നിൽക്കണേ. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. റൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം തിരുവചനം, ഞാൻ എപ്പോഴും പറയുന്നൊരു വചനം, നീ അഭയം പ്രാപിച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിലാണ്. അവൻ നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. യാക്കോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുക. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കണേ. എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്ക്, കണ്ണീരോടെ പ്രാർത്ഥിക്ക്. ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഓർക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ. എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പിൽ കൊടുക്ക്. നിൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പിൽ കൊടുക്ക്. നിൻ്റെ കുടുംബത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. ചിലപ്പോൾ നിൻ്റെ കുടുംബത്തിലെ ചിലർ വന്നിട്ടുണ്ടാകില്ല ഇവിടെ, ആ വ്യക്തികളെ ദൈവത്തിന് മുമ്പിലേക്ക് കൊടുക്ക്. എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ, അസ്വസ്ഥതകളുണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ സമർപ്പിക്കുക. ദൈവമേ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നം ഇത്, നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തെ മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ദൈവമേ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും നീട്ടി നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോയെ വിളിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യേശുവേ 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 ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഇനി നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കും. കടബാധിത മൂലം വേദന അനുഭവിക്കുന്ന ഒത്തിരി മക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. കടബാധിത മൂലം ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഒത്തിരി മക്കൾ. ജോലിക്ക് പോകുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയാകണില്ല. മക്കളുടെ പഠനം, കുടുംബത്തിൻ്റെ ബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ദൈവമേ, എൻ്റെ കടബാധ്യത മാറ്റി, എൻ്റെ അസ്വസ്ഥതകൾ മാറ്റി, എൻ്റെ വരുമാന മേഖലയെ അനുഗ്രഹിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കടബാധ്യത മൂലം വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അഭിഷേകം കടബാധ്യത മൂലം അനുഭവിക്കുന്ന ആ മക്കളുടെ ജീവിതത്തിൽ നിറയാൻ വേണ്ടി ഈ നിമിഷം വിശ്വാസത്തോടെ കരങ്ങൾ നീട്ടി നമുക്ക് എല്ലാവർക്കും പാടി പ്രാർത്ഥിക്കാം. യേശുവേ ഒന്നും കൂടി. യേശുവേ യേശുവേ ഇരുകരങ്ങൾ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈ നിമിഷം നമ്മൾ സമർപ്പിക്കുക. രോഗങ്ങൾ മൂലം വലയുന്നവരാ. പലർക്കും ക്യാൻസർ ഉണ്ട്, ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, PCODയുടെ കംപ്ലയിൻസ് ഉണ്ട്, മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്, അലർജി പ്രശ്നങ്ങളുണ്ട്, കണ്ണിൻ്റെ അസുഖങ്ങളുണ്ട്,
സംസാരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, ശരീരത്തിൻ്റെ വേദനകളുണ്ട്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടിക്കുന്ന അസുഖങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന്. ഹാർട്ട് പേഷ്യൻസ് ഉണ്ട്, ബൈപ്പാസ് ചെയ്യുന്നവരുണ്ട്, പലപ്പോഴും പലവിധത്തിലുള്ള അസുഖങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും. ദൈവത്തിന് മുമ്പിൽ കൊടുക്ക്. എൻ്റെ കൊച്ചിനാണ് പ്രശ്നമെങ്കിൽ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക. നിൻ്റെ കൊച്ചിൻ്റെ അസുഖങ്ങൾ സമർപ്പിക്കുക. നിൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പിലേക്ക് കൊടുക്കുക. ദൈവമേ, സൗഖ്യപ്പെടുത്താൻ നീ കടന്നവരണെന്ന് പ്രാർത്ഥിക്കുക. സൗഖ്യപ്പെടുത്താൻ നീ കടന്നവരണെന്ന് പ്രാർത്ഥിക്കുക. എല്ലാ അസ്വസ്ഥതകളും അകറ്റി സൗഖ്യപ്പെടുത്താൻ നീ കടന്നവരണെന്ന് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ മുമ്പിൽ സൗഖ്യത്തിന് വേണ്ടി കരഞ്ഞവർക്കൊക്കെ സൗഖ്യം കിട്ടിയിട്ടുണ്ട്. അന്ധന് കാഴ്ച നൽകിയിട്ടുണ്ട്, ബധിരന് കേൾവി നൽകിയിട്ടുണ്ട്, തളർന്നു പോയവനെ എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ടുണ്ട് തമ്പുരാൻ. നിൻ്റെ അസുഖങ്ങൾ എന്തൊക്കെയാണെങ്കിലും മരിച്ചവനെ പോലും ഉയർപ്പിച്ചവനാ നമ്മുടെ ഈശോനാഥൻ. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ പ്രാർത്ഥിക്കണേന്ന് ഓർക്കണം. ആ ദൈവം വിചാരിച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അസുഖങ്ങളും അവൻ മാറ്റിത്തരും. ആരോടും പറയാത്ത എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒന്ന് കൊടുത്തേ. ആ അസുഖങ്ങളുടെ നടുവിലേക്ക് കർത്താവേ നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങൾ നീട്ടി വിശ്വാസത്തോടെ ഒന്ന് പാടി പ്രാർത്ഥിച്ചേ. യേശുവേ 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 ഇരുകരങ്ങൾ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഇനി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ തടസ്സങ്ങളാണ്. ചിലപ്പോൾ ജോലിയിലെ തടസ്സങ്ങളായിരിക്കാം, വിവാഹത്തിൻ്റെ തടസ്സങ്ങളായിരിക്കാം, വിദേശത്തേക്ക് പോകാനുള്ള തടസ്സങ്ങളായിരിക്കാം, ജോലി സ്ഥലത്തെ പലവിധ തടസ്സങ്ങളായിരിക്കാം. ദൈവത്തിന് മുമ്പിലേക്ക് കൊടുക്കുക. എൻ്റെ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പഠിച്ചിട്ട് കിട്ടാത്തതിൻ്റെ തടസ്സങ്ങളായിരിക്കാം, ഓർമ്മയിലിരിക്കാത്തതിൻ്റെ തടസ്സങ്ങളായിരിക്കാം, ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. എൻ്റെ തടസ്സങ്ങൾ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ, പഠിക്കുന്ന ഓരോ മക്കളും പ്രാർത്ഥിക്കേണ്ടത് പഠനത്തിൻ്റെ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ്, ജ്ഞാനം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം. തടസ്സങ്ങൾ മാറാൻ പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ ഒത്തിരി തടസ്സങ്ങളുള്ളവരെ നമ്മൾ ചിലപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം, ജോലി, വിവാഹം, കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, ചില പേപ്പർ വർക്കുകൾ ശരിയാകാത്തതിൻ്റെ തടസ്സങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊടുക്കുക. ദൈവമേ, എൻ്റെ തടസ്സങ്ങൾ നീ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുക. 1 കൊറിന്തോസിൻ്റെ 15:57 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തുതിയെന്ന്. വിജയം നൽകാൻ ദൈവമുണ്ട്, തടസ്സമകറ്റാൻ ദൈവമുണ്ട്. നിനക്ക് വിജയം നൽകി നിൻ്റെ തടസ്സമകറ്റി നിന്നെ അനുഗ്രഹിക്കാൻ ദൈവം നിൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നീ കണ്ണീരോടെ വിളിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ ദൈവം അകറ്റിത്തരും. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ തടസ്സങ്ങൾ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ നമ്മുടെ എല്ലാ തടസ്സങ്ങളും അകന്നു പോകാൻ വേണ്ടി ഇരുകരങ്ങളും നീട്ടി ഈ ദിവികാരനാഥൻ്റെ മുമ്പിൽ ദൈവമേ നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ തടസ്സങ്ങൾ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിച്ചേ. യേശുവേ 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 ഇരുകരങ്ങൾ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈ നിമിഷം നമ്മൾ സമർപ്പിക്കുക നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന ചിലപ്പോൾ എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ടായിരിക്കാം, എൻ്റെ പഠിക്കുന്ന മകന് വേണ്ടിയിട്ടായിരിക്കാം, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഒരു നിമിഷം നിശബ്ദമായിട്ട് നമുക്ക് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം. ആരോടും പറയാതെ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. ആരോടും പറയാത്ത നിൻ്റെ വിഷമങ്ങളുണ്ട്. അത് ഈശോയുടെ മുമ്പിലേക്ക് കൊടുക്കാം. നീ ചങ്ക് പൊട്ടി കരഞ്ഞ നിമിഷങ്ങളുണ്ട്. കണ്ണീരും മറച്ചു പിടിച്ച നിമിഷങ്ങളുണ്ട്. ജീവിതത്തിൽ തോറ്റുപോയ നിമിഷങ്ങളുണ്ട്. ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർത്ത് കരഞ്ഞ നിമിഷങ്ങളുണ്ട്. തകർന്നു പോയ നിമിഷങ്ങളുണ്ട്. ഈശോയുടെ മുമ്പിൽ കൊടുക്ക്. നിൻ്റെ നീറുന്ന വേദനകൾ, നിൻ്റെ ചങ്ങിൻ്റെ സങ്കടങ്ങൾ, ആരും അറിയാതെ നീ പൊഴിച്ച കണ്ണീരുകൾ
ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്കുക. ദൈവമേ, നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കുക, കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാം സമർപ്പിച്ച് എല്ലാം വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ്, കർത്താവേ, എൻ്റെ ഈ സങ്കടത്തിൻ്റെ നടുവിലേക്ക് നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും നീട്ടി ഏറ്റവും വിശ്വാസത്തോടുകൂടെ, ഏറ്റവും ഭക്തിയോടുകൂടെ, കർത്താവേ, എൻ്റെ ഈ സങ്കടം മാറ്റാൻ, എൻ്റെ ഈ ആകുലത മാറ്റാൻ നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും നീട്ടി വിശ്വാസത്തോടെ എല്ലാ മക്കളും ദൈവത്തെ വിളിച്ച് പാടി പ്രാർത്ഥിച്ചേ. യേശുവേ 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 വിശ്വാസത്തോടെ യേശുവേ 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 ഒന്നും കൂടി യേശുവേ യേശുവേ നമുക്കെല്ലാവർക്കും തമ്പുരാൻ്റെ മുമ്പിൽ ഒന്ന് എഴുന്നേറ്റേക്കാം. പറ്റുമെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുടെ കൈ ഒന്ന് പിടിക്കുക, ഉയർത്തിപ്പിടിക്കുക. ആളുടെ കൈ പിടിക്കുക, ഉയർത്തിപ്പിടിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ കൈ പിടിക്കുന്നു, അയാളുടെ കൈ ഉയർത്തിപ്പിടിക്കുന്നു. നമ്മളിനി ദൈവത്തിൻ്റെ നാമം ഒന്ന് വിളിക്കാൻ പോവാം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൈ പിടിച്ചിരിക്കുന്ന ആളുടെ ജീവിതത്തിലും അനുഗ്രഹം കിട്ടണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുടെ ജീവിതത്തിലും അഭിഷേകം കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൈ പിടിക്കാൻ പറഞ്ഞേ. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് കൈ ചേർത്ത് പിടിക്കുക. നിൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടി കൂടി നീ പ്രാർത്ഥിക്കുക. എന്തിനാ അച്ഛൻ അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞെന്നറിയോ? നീ സൈഡിൽ നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹം വർഷിക്കും. കാരണം ആ വ്യക്തി നിനക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കണേ. നീ കൈ പിടിച്ചിരിക്കുന്ന വ്യക്തി നിനക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കണേ. നീ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക. ഭയങ്കര അഭിഷേകമായി പ്രാർത്ഥനയ്ക്ക്, ഭയങ്കര അനുഗ്രഹമായി പ്രാർത്ഥനയ്ക്ക്. അതുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ആളുടെ കൈ പിടിക്കുക, ഉയർത്തിപ്പിടിക്കുക. ദൈവം കാണട്ടെ, നിൻ്റെ കൈ പിടിച്ചിരിക്കുന്ന ആ വ്യക്തിനെ ദൈവം കാണട്ടെ. ഒരു നിമിഷം ഈ ദിവ്യകാരുണ്യ നാഥനെ ഒന്ന് നോക്കുക. ഒരു നിമിഷം ദിവ്യകാരുണ്യ, ആ കൈ പിടിച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ പേരോ അയാളെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് നിനക്ക് അറിയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മുഖം ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. അത് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ദൈവമേ, ഈ വ്യക്തിയുടെ എന്താവശ്യമുണ്ടെങ്കിലും നീ നടത്തി കൊടുക്കണേന്ന്. ഒറ്റ കാര്യം പ്രാർത്ഥിച്ചാൽ മതി, ദൈവമേ, ഈ വ്യക്തിയുടെ എന്താവശ്യമുണ്ടെങ്കിലും നീ നടത്തി കൊടുക്കണേന്ന്. എൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന, ചിലപ്പോൾ എനിക്ക് ഒരാളുണ്ടാവുള്ളൂ മതി, എൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ഏത് നിയോഗമാണെങ്കിലും ആ വ്യക്തിയുടെ മുഖം ഓർക്ക്, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ വ്യക്തിയുടെ, എൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ആ വ്യക്തിയുടെ ആ നിയോഗം ഒന്ന് സാധിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈ ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിക്കുക. ദൈവം നടത്തി തരും. നിൻ്റെ അപേക്ഷയ്ക്ക് ഉത്തരം കിട്ടും. ആ വ്യക്തിയുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണടയ്ക്കാം. നമ്മൾ ആ കൈ ഉയർത്തിപ്പിടിക്കുക. കൈ വേദനിച്ചോട്ടെ, ചെറിയൊരു വേദന നല്ലതാ, വേദനിച്ചോട്ടെ. ആ കൈയുടെ വേദന വെച്ച് വേണം പ്രാർത്ഥിക്കാൻ. ഒരു നിമിഷം കണ്ണടച്ച് മനസ്സിൽ മാത്രം ആ വ്യക്തിക്ക് വേണ്ടി ഈശോയുടെ നാമം വിളിച്ചൊന്ന് സ്തുതിക്കുക. ഞാൻ കൈപിടിച്ചിരുന്ന വ്യക്തിക്ക് വേണ്ടി ഈശോയുടെ നാമം വിളിക്കുക. മനസ്സിൽ മാത്രം പറഞ്ഞാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിൽ മാത്രം, പുറമേ കേൾക്കണ്ട, ആരും കേൾക്കണ്ട. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകമുള്ള നാമ, അനുഗ്രഹമുള്ള നാമാണത്. അത് നീ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സൗഖ്യം കിട്ടും, അഭിഷേകം കിട്ടും. സാത്താൻ്റെ എന്തെല്ലാം കുടിലതന്ത്രങ്ങളുണ്ടെങ്കിലും പൈശാചിക ശക്തികളുണ്ടെങ്കിലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകും. നീ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആ വ്യക്തിയുടെ കൈ ഉയർത്തിയിട്ട് തന്നെ ഈ സമൂഹം മുഴുവൻ കേൾക്കെ എല്ലാവിധത്തിലുള്ള പൈശാചിക ശക്തികളും അകന്നു പോകാൻ യേശുവിൻ്റെ നാമം അഭിഷേകത്തോടെ സ്തുതിച്ച് നീ പ്രാർത്ഥിക്കാൻ പോവാ. കെട്ടുകളഴിക്കുന്ന, ബന്ധനങ്ങളഴിക്കുന്ന ആ നാമത്തിൻ്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട്, യേശു എന്ന നാമത്തിൻ്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ മക്കളും ഇരു കരങ്ങൾ ഉയർത്തി നീ കൈ പിടിച്ചിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി മനസ്സ് തുറന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ മക്കളെ നീ അനുഗ്രഹിക്കണേ. നിന്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നീ നിറയ്ക്കണേ. കെട്ടുകൾ നീ പൊട്ടിച്ചു കളയണേ. അഭിഷേകം കൊണ്ട് നീ നിറയ്ക്കണേ കർത്താവേ. ഈ മക്കളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കണേ ദൈവമേ. നീ അഭിഷേകത്താൽ, അനുഗ്രഹത്താൽ നിറയ്ക്കണേ ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാ മക്കളും ഒന്നിട്ട് ചൊല്ലി പ്രാർത്ഥിച്ചേ. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, എൻ്റെ ഈ പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിലുള്ള പ്രാർത്ഥന എന്ന് ഓർക്ക്, ഈശോയുടെ മുമ്പിൽ വെച്ച് ഓർക്ക്. എൻ്റെ ഈ പ്രാർത്ഥന അങ്ങ് നടത്തി തരണമേ, അങ്ങ് നടത്തി തരണമേ. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, എൻ്റെ വേദനകളും ആകുലതകളും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തടസ്സങ്ങളെയും അങ്ങയുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു. യേശുനാമത്തിൻ്റെ ശക്തിയാൽ, യേശുനാമത്തിൻ്റെ ശക്തിയാൽ, വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ എൻ്റെ ജീവിതത്തെയും എൻ്റെ ആവശ്യങ്ങളെയും ആകുലതകളെയും അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമുക്ക് ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. നമ്മുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് മുട്ടുകുത്തി നിന്ന് യേശുവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഈ നിമിഷം ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഇരുകരങ്ങളും നീട്ടിപ്പിടിക്കാം. ഈശോയെ നോക്കാം. നമുക്ക് നമ്മുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും ഈശോയെ നോക്കി, ഈശോയെ നീ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണേ എന്ന് കണ്ണീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കർത്താവേ, മക്കളുടെ വേദനകൾക്ക് നീ ഉത്തരം കൊടുക്കണേ ദൈവമേ. എൻ്റെ പൗരോഹിത്യത്തിൻ്റെ എല്ലാ ശ്രേഷ്ഠതയും വെച്ച് ഇന്ന് വരെ അർപ്പിച്ചിട്ടുള്ള വിശുദ്ധ ബലികളുടെ എല്ലാ നന്മകളും വെച്ച് ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഈ മക്കളുടെ കണ്ണീരിന് ഉത്തരം കൊടുക്കണേ കർത്താവേ. ഇവരുടെ വേദനകൾ മാറ്റിക്കൊടുക്കണേ ദൈവമേ. ഇവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കണേ കർത്താവേ. ഇവരുടെ സങ്കടങ്ങളും വേദനകളും ആകുലതകളും ബുദ്ധിമുട്ടുകളും സമർപ്പിക്കുന്ന ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക്